നമസ്തേ. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ മഹത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വാരിയംകുന്നന്റെ പേരിൽ മലപ്പുറത്ത് കൂടുതൽ സ്മാരകങ്ങൾ ഉയരുകയാണ്. ഇന്നുയരുന്ന ഈ സ്മാരകങ്ങൾ നാളെ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങളാണ്. ശേഷം മലബാർ വംശഹത്യയ്ക്ക് ചുക്കാൻ പിടിച്ച വാരിയംകുന്നൻ കേരള വിദ്യാഭ്യാസത്തിന്റെ സിലബസിന്റെ ഭാഗമാകും. നമ്മുടെ കുട്ടികൾ വാരിയംകുന്നനെ വീരനായകനാണെന്ന് പഠിക്കും. പതിയെ പതിയെ കേരളം വാരിയംകുന്നനെ വാഴ്ത്തിപ്പാടും. അതിനുള്ള യോഗ്യതയുള്ള വ്യക്തിയാണോ വാരിയംകുന്നൻ? ആരാണ് വാരിയംകുന്നൻ? വാരിയംകുന്നൻ എന്ന വില്ലനെ നായകനാക്കുന്നത് ഏത് അജണ്ടയുടെ ഭാഗമാണെന്ന് ഒരുപക്ഷെ വാരിയംകുന്നനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു നരഹത്യക്കാണ് കേരളത്തിലെ മലബാർ സാക്ഷ്യം വഹിച്ചത്. മാപ്പിള കലാപത്തിൽ പ്രധാനികളായിരുന്നു ആലി മുസ്ലിയാറും വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും. കാട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ തുടങ്ങിയ നേതാക്കൾ വേറെയുണ്ടെങ്കിലും മാപ്പിള കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടേത് തന്നെയായിരിക്കും. ലഹളയിൽ ഇയാൾക്ക് ആലി മുസ്ലിയാരേക്കാൾ സ്വാധീനമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാരിയംകുന്നൻ എന്ന മുസ്ലിം സംഘടനകളും കോൺഗ്രസും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. മാപ്പിള കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് പല റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ്. ഖിലാഫത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ മൗലാന ഷൗക്കത്ത് അലി കോൺഗ്രസിൽ നിന്നും സ്വാതന്ത്ര്യ സമര പദ്ധതികളിൽ നിന്നും വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജി ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുരാജാണെന്നായിരുന്നു ഷൗക്കത്ത് അലിയുടെ ആരോപണം. ഇക്കാര്യം അറിഞ്ഞ ഗാന്ധിജി താൻ കേട്ടത് ശരിയാണോ എന്ന് ടെലഗ്രാം മുഖേന അന്വേഷിച്ചു. ശരിയാണെന്നായിരുന്നു ഷൗക്കത്ത് അലിയുടെ മറുപടി. ഇത്തരം തെളിവുകളും പ്രസ്താവനകളുമൊക്കെ നിലവിലിരിക്കെയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ച് ഭരണം നടത്തിയ വാരിയംകുന്നനെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി ചിത്രീകരിക്കുന്നത്. ഹിച്ച്കോക്ക് എഴുതി 1924 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പറയുന്നത്, വാരിയൻകുന്നത്ത് എന്ന ചക്കിപ്പറമ്പൻ കുഞ്ഞഹമ്മദ് ഹാജി 1883 ജനിച്ചു. മൊയ്തീൻ കുട്ടിയാണ് ബാപ്പ. തുവ്വൂരിലെ സമ്പന്ന മാപ്പിള കുടുംബമായ പാറവെട്ടിയിലെ അംഗമാണ് വാരിയംകുന്നന്റെ അന്മ. 1894 നടന്ന കലാപത്തിൽ പങ്കെടുത്തതിന് മൊയ്തീൻ കുട്ടിയുടെ ഏതാണ്ട് എല്ലാ ബന്ധുക്കളെയും വെടിവെച്ചു കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ കുട്ടിയെ ജീവപര്യന്തം നാടുകടത്തിയെന്നാണ്. ഒരു സമയത്ത് നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. 1909 പാണ്ടിക്കാട് ചന്തയിൽ വന്ന പാലക്കാട്ടുകാരായ മുത്തപ്പന്മാരുടെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു. ഇത് ചെയ്തത് വാരിയംകുന്നനാണെന്ന പരക്കെ സംസാരമുണ്ടായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ മഞ്ചേരിക്കും പാണ്ടിക്കാടിനുമിടയിൽ തപാൽ വണ്ടി കൊള്ളയടിച്ചു. ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ സഹോദര സ്ഥാനീയൻ തന്റെ പിതാവിന്റെ വിഹിതം അമ്മാവനായ തൊണ്ടിയിൽ ഐദ്രു തട്ടിയെടുത്തതായി ആരോപിച്ച് അയാളെ കൊലപ്പെടുത്തി. തപാൽ വണ്ടിയിലെ കൊള്ളയ്ക്ക് ശേഷം മക്കയിലേക്ക് പോയ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് 1914 മടങ്ങി വന്നത്. തുടർന്ന് ഉമ്മയുടെ സിവിൽ വ്യവഹാരങ്ങളിൽ സഹായിക്കാൻ കൂടി. 6 വർഷത്തോളം ഒതുങ്ങി ജീവിച്ചു. ഖിലാഫത്ത് പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയായിരുന്നു. ആലി മുസ്ലിയാർ മരിച്ചെന്ന് കിംവദന്തി കേട്ടതോടെയാണ് വാരിയംകുന്നൻ ഖിലാഫത്തിന്റെ പേരിൽ വീണ്ടും രംഗത്തിറങ്ങുന്നത്. മുൻ പട്ടാളക്കാരെ അണിനിരത്തി 100 പേരടങ്ങുന്ന സ്വകാര്യ സേന രൂപീകരിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചതും നമ്പൂതിരി ബാങ്ക് കൊള്ളയടിച്ചതുമൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. കോൺഗ്രസുകാരും മറ്റും പറയുന്നത് പോലെ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയോ ആലി മുസ്ലിയാരോ ബ്രിട്ടീഷ് പട്ടാളവുമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നിരന്തരം ഏറ്റുമുട്ടിയിട്ടില്ല. ലഹളക്കാർ ഹിന്ദുക്കളെ മാത്രമാണ് കൊന്നു തള്ളിയിരുന്നത്. ആലി മുസ്ലിയാരുടെ കേസിലെ വിധിന്യായത്തിൽ തങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഏറ്റുമുട്ടാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്ന് മൊഴി നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാളവുമായി ലഹളക്കാർ 2 തവണയാണ് ഏറ്റുമുട്ടിയത്. 1921 ഓഗസ്റ്റ് 21 പൂക്കോട്ടൂരിലും 1921 നവംബർ 15 പാണ്ടിക്കാട്ടും. അതാകട്ടെ ഹിന്ദു വംശഹത്യ തടയാനുള്ള പട്ടാളത്തിന്റെ വരവിലായിരുന്നു. തങ്ങളുടെ ഖിലാഫത്ത് ഭരണം തകരാതിരിക്കാനാണ് ലഹളക്കാർ പട്ടാളത്തെ എതിരിട്ടത്. ഈ 2 അക്രമത്തിലും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോ ആലി മുസ്ലിയാരോ പങ്കെടുത്തിട്ടുമില്ല. പലരും പിൽക്കാലത്ത് പ്രചരിപ്പിച്ചത് പോലെയുള്ള ധീരനായ ഒരു വ്യക്തിയായിരുന്നു വാരിയംകുന്നൻ എന്ന രേഖകളിൽ സ്ഥാപിച്ചെടുക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വതവേ കുറ്റവാസനയുള്ള വ്യക്തിയായിരുന്നു ഹാജി. അപകടകാരിയായ കുറ്റവാളിയായിരുന്നു ഇയാൾ ഗവൺമെന്റിന്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെ 1914 തിരിച്ചെത്തിയപ്പോൾ നല്ല നടപ്പിൽ കഴിഞ്ഞോളാമെന്ന് ബ്രിട്ടീഷുകാർക്ക് വാക്കുകൊടുത്തെങ്കിലും ഗവൺമെന്റിന്റെ നോട്ടപ്പുള്ളിയായി തന്നെ ഇയാൾ തുടർന്നു. അതുകൊണ്ടാണ് മഞ്ചേരിയിൽ വെച്ച് കെ മാധവൻ നായരെ കണ്ടതിന് ശേഷം സെക്ഷൻ 144 പ്രകാരം വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നത്. പിടിക്കപ്പെട്ടാൽ രക്ഷയില്ലെന്ന് ഹാജിക്ക് അറിയാമായിരുന്നു. ഖിലാഫത്ത് പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കാതെ ഒതുങ്ങിക്കഴിയുകയാണെന്ന് പോലീസ് ഓഫീസറോട് പറയാൻ ആഗ്രഹിച്ചു നടക്കുകയായിരുന്നു ഇയാൾ. 1922 ജനുവരി 10 ഇക്കാര്യമെല്ലാം വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നൽകിയ മൊഴിയിലുണ്ട്.
പിടിക്കപ്പെടുന്നതിന് മുൻപ് കൂടെയുള്ളവരെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ ഒളിവിൽ പോയ വിവരങ്ങളും ഇന്ന് ലഭ്യമാണ്. 1972 വരെ, അതായത് മാപ്പിളക്കാലം കഴിഞ്ഞതിനു ശേഷം മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർക്കോ വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിക്കോ യാതൊരു വീരപരിവേഷണവും നൽകിയിരുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി സർക്കാർ സകല ചരിത്ര രേഖകളും മറികടന്ന് സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമാണ് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും മറ്റും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലേക്ക് തള്ളിക്കയറ്റപ്പെട്ടത്. വിക്കിപീഡിയയിൽ പോലും ചരിത്രം തിരുത്തി ഹാജി എന്ന വില്ലനെ നായകനായി കാണാനുള്ള ശ്രമങ്ങൾ ധാരാളമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി നെഞ്ചുവിരിച്ച് വിടിയുണ്ട ഈറ്റ് വാങ്ങിയിരുന്നുവെങ്കിൽ, അത് സത്യമായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർ തന്നെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തേണ്ട ഒന്നായിരുന്നു അത്. അങ്ങനെ ഒന്നും തന്നെ രേഖകളിലില്ല. മാപ്പിള ലഹളക്കാർ പട്ടാളവുമായി ഏറ്റുമുട്ടിയ 2 സംഭവങ്ങളിലും വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി പങ്കെടുത്തിട്ടുമില്ല. അതിനുള്ള ആരോഗ്യം അയാൾക്കുണ്ടായിരുന്നില്ല എന്ന് പോലീസ് രേഖകൾ തന്നെ പറയുന്നുണ്ട്. അതായത് ഭയപ്പെട്ട് ഒളിച്ചു നടന്നിരുന്ന നായകനായിരുന്നു വാര്യംകുന്നൻ എന്ന് വ്യക്തം. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപതിപ്പിൽ 2018 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച വാര്യംകുന്നന്റെ സമകാലികനായ ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ ആത്മകഥയിൽ വാര്യംകുന്നന്റെ ക്രൂരതകൾ വെളിവാകുന്നുണ്ട്. ഇതിൽ വാര്യംകുന്നൻ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നുതള്ളിയതും വ്യക്തിവൈരാഗ്യം തീർക്കാൻ മുസ്ലിം പ്രമാണിമാരെ വകവരുത്തിയതും മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ കലാപത്തിന് ആഹ്വാനം നൽകിയത് വാര്യംകുന്നനാണെന്നും CID ആണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം വസൂലാക്കുകയും വിസമ്മതിക്കുന്ന ആളുകളെ വെട്ടിക്കൊന്നിരുന്നുവെന്നും സൈദാലി ഹാജി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാപ്പിള കലാപത്തിൽ പങ്കെടുത്ത വാര്യംകുന്നന്റെ ക്രൂരതകൾക്ക് ദൃക്സാക്ഷിയായിരുന്ന ആളാണ് സൈദാലി ഹാജി. കലാപത്തിൽ പങ്കെടുത്തതിന് സൈദാലിയെ നാട് കടത്തിയിരുന്നു. ഹിന്ദു വംശഹത്യ നടത്തിയ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വാര്യംകുന്നനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായി അവരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മലപ്പുറം നഗരസഭയുടെ ടൗൺ ഹാളിന് വാര്യംകുന്നന്റെ പേര് നൽകിയിടത്ത് ഇത് തീർന്നിട്ടില്ല. വാര്യംകുന്നൻ ഒളിവിൽ കഴിഞ്ഞ ചേക്കോട് എന്ന സ്ഥലത്ത് സ്മാരകം പണിയാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. സ്മാരകത്തിനുള്ള നിർമ്മാണ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അജണ്ടയ്ക്ക് പിന്നിൽ? ഹിന്ദു സമൂഹത്തെ കൊന്നൊടുക്കിയവർ നേതാക്കന്മാരാകും എന്നാണ് സമൂഹത്തിന് നൽകുന്ന മെസ്സേജെങ്കിൽ തീർച്ചയായും ഇനിയും അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് തന്നെയല്ലേ അർത്ഥം? കോൺഗ്രസുമായി ചേർന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ തീവ്രവാദ ശക്തികൾക്ക് കേരള മണ്ണിൽ അഭിനിവേശം നടത്താനുള്ള ശ്രമത്തെ തടയിടാൻ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെ വേണം. ഇല്ലായെങ്കിൽ ബംഗാൾ ഇവിടെ ആവർത്തിക്കും, മലബാർ ഇവിടെ ആവർത്തിക്കും. നിങ്ങൾ തന്നെ ചിന്തിക്കൂ.